നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളികൾക്ക് ആന വെറുമൊരു ജീവി മാത്രമല്ല, അതൊരു വികാരമാണ്. കടലും ആനയും എത്ര തന്നെ നോക്കിയിരുന്നാലും മടുക്കയില്ലെന്നാണ് പലരും പറയുന്നത്. നമ്മുടെ നാട്ടിൽ സിനിമാ താരങ്ങളെപ്പോലെ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളെപ്പോലെ ആനകൾക്ക് ധാരാളം ഫാൻസ് ഉണ്ട്. പക്ഷേ ഈ ആനച്ചന്തം സ്വന്തമാക്കണമെങ്കിൽ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ആനയെ പരിപാലിക്കുക അത്ര എളുപ്പമല്ല. അപ്പോൾ നമ്മുടെ പരിസരങ്ങളിൽ ഈ ആനയുടെ ചന്തം എത്തിക്കാൻ, ഈ പരിപാലനത്തിന് ബുദ്ധിമുട്ടില്ലാതെ എത്തിക്കാൻ ഒരു വഴി കണ്ടെത്തിയിരിക്കുകയാണ് പറവൂരിലെ ആന മേക്കറായ സൂരജ് നമ്പ്യാട്ട്. സൂരജിൻ്റെ ആനകൾ ഒറിജിനലിനെ വെല്ലും. ഫൈബറിലുണ്ട്, തടിയിലുണ്ട്, സിമെൻറ്റിലുണ്ട്, ഒന്നും പറയണ്ട. 4 ഇഞ്ച് മുതൽ 11 അടി വരെയുള്ള ആനകൾ സൂരജ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആനകളുടെ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. സ്റ്റുഡിയോയിലേക്ക് കയറി ചെല്ലുന്നവരെ വരവേൽക്കുന്നത് ഈരാറ്റുപേട്ട അയ്യപ്പനും മൂന്നാറിലെ പടയപ്പിയും ആഫ്രിക്കൻ സെലിബ്രിറ്റി ടിമ്മും ചേർന്നാണ്. യഥാർത്ഥ ആനയുടെ അതേ വലിപ്പമുള്ള സിമന്റ് കൊണ്ട് നിർമ്മിച്ച ശില്പങ്ങളാണ് മൂന്നും. ഇവർ മാത്രമല്ല, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, മംഗലാംകുന്ന് കർണൻ, പാമ്പാടി രാജൻ, തിരുവമ്പാടി ശിവസുന്ദർ, ചെർപ്പുളശ്ശേരി പാർത്ഥൻ, പുതുപ്പള്ളി കേശവൻ തുടങ്ങി കേരളത്തിലെ ആനപ്രേമികളുടെ ഇഷ്ട ആനകളെയെല്ലാം ആനമേക്കർ ചെയ്തിട്ടുണ്ട്. ആനമേക്കർ സ്റ്റുഡിയോ അല്ലെങ്കിൽ ആനമേക്കർ ഗാലറി എന്ന് പറയുന്നൊരു സംരംഭം, അത് ഇപ്പോൾ അത് ആനശില്പങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ആർട്ടിസ്റ്റിക് സ്ഥാപനം എന്നുള്ള രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ ആദ്യം മരത്തിൽ ആനശില്പങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയ ഒരു സംരംഭമാണ്. പിന്നീട് അത് ഫൈബറിൽ ആനശില്പങ്ങളാകുകയും ഒരു കമ്പനി തരത്തിലോട്ട് അത് പരിവർത്തനപ്പെടുകയും ഇപ്പോൾ റോബോട്ടിക് ആനകളൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് ഈ ഒരു സംരംഭം വളർന്നിട്ടുണ്ട്. പാമ്പാടി രാജൻ, തെച്ചിക്കോട്ടാവ് രാമേന്ദ്രൻ, അല്ലെങ്കിൽ ശിവസുന്ദർ, ഗുരുവായൂർ കേശവൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സൂപ്പർ സ്റ്റാർ ആനകളുടെ ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള തടിയിലുള്ള ശില്പങ്ങളാണ് ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ പിന്നീട് ഇതിന് സ്വീകാര്യത കൂടുകയും ആവശ്യക്കാർ കൂടിയതിൻ്റെ പരിണത ഫലമായിട്ട് പിന്നെ നമുക്കത് മാസ് പ്രൊഡക്ഷൻ ചെയ്യേണ്ടതായിട്ട് വന്ന്, അപ്പോൾ തടിയിൽ നമുക്ക് മാസ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫൈബറിലേക്ക് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് ഫൈബറിൽ ഒരു പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കമ്പനിയായിട്ട് സെറ്റപ്പ് ചെയ്തു. RLB കോളേജിൽ നിന്നും ശില്പകലയിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞതിന് ശേഷമാണ് പറവൂർ സ്വദേശി സൂരജ് നമ്പ്യാട്ട് മരത്തിൽ ആനശില്പങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. പതുക്കെ ആവശ്യക്കാരുടെ എണ്ണം കൂടി വന്നു. മാത്രമല്ല, കൂടുതൽ വലിപ്പത്തിലുള്ള ആനകൾക്കായി ഡിമാൻഡ്. വലിയ ആനകൾ മരത്തിൽ ചെയ്യുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഫൈബറിലേക്കും പിന്നീട് സിമെന്റിലേക്കും ചുവടുമാറ്റി. ഞാൻ ആർട്സിൽ സ്കൾപ്ചറിൽ PG കഴിഞ്ഞ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്കൾപ്ചർ ശില്പകലയിൽ RLB ഫൈൻ ആർട്സ് കോളേജിൽ കുറച്ച് നാൾ ഒരു ടീച്ചറായിട്ട് ഭാരതീയ വിദ്യാഭവൻസിൽ വർക്ക് ചെയ്ത്. പക്ഷേ ഇവിടെ ഇതിങ്ങനെ വർക്കിന് തിരക്ക് കൂടുന്നത് കണ്ടിട്ട് നമുക്ക് ഉള്ള ഒരു മേഖലയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനകത്തേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ആനമേക്കർ എന്നുള്ള പേര് അത് ഒരു തമാശ തരത്തിൽ വന്നതാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ അങ്ങനെ കളിയാക്കി വിളിച്ചിരുന്ന ഒരു പേരാണത്. പിന്നീട് നമ്മളത് ഒരു ബ്രാൻഡ് നെയിം ആക്കി മാറ്റിയെന്നുള്ളൂ. ഈരാറ്റുപേട്ട അയ്യപ്പൻ എന്ന പേരായിട്ടുള്ള ആനയുടെ ശില്പം ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഈരാറ്റുപേട്ട അയ്യപ്പൻ ഒരു വർഷം മുമ്പ് ചരിഞ്ഞുപോയി. കേരളത്തിലെ ഏറ്റവും പേര് കേട്ട ഒരു നാടനാനയായിരുന്നു. അപ്പോൾ അത് ചരിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതുപോലൊരു അല്ലെങ്കിൽ ഈരാറ്റുപേട്ട അയ്യപ്പൻ്റെ ഒരു റെപ്ലിക്ക ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്ത ശില്പമാണത്. ഇത് കോൺക്രീറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇടയ്ക്ക് മൈക്രോ എലഫന്റ് സ്കൾപ്ചർ എന്ന പേരിൽ 4 ഇഞ്ച് മാത്രം വലിപ്പമുള്ള റിയലിസ്റ്റിക് ശില്പങ്ങളും ഒരുക്കി. ഓരോ ആനകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അവയുടെ പുള്ളികളും ചുളിവുകളും കൺപീലികളും ഒക്കെ വളരെ ശ്രദ്ധയോടെയാണ് സൂരജ് ശില്പങ്ങളിലും ചെയ്തിരിക്കുന്നത്. നാടു നീങ്ങിയ ഗജരാജന്മാരെ ഓർത്ത് സങ്കടപ്പെടുന്നവർക്ക് ഓർമ്മകളെ കൂടെ കൂട്ടാൻ സൂരജിന്റെ ശില്പങ്ങൾക്ക് സാധിക്കുന്നു. ക്ഷേത്രങ്ങൾക്ക് മുൻപിലും വീട്ടുമുറ്റത്ത് നിർത്താനുമെല്ലാം ആനകളെ തേടി ആളുകൾ എത്താറുണ്ട്. പറവൂരിലെ പറയക്കാട് ക്ഷേത്രത്തിൽ തല ഉയർത്തി നിൽക്കുന്ന സൂരജിന്റെ പാമ്പാടി രാജനെ കാണാം. ഒരു 5-6 വർഷം മുമ്പ് തിരുവമ്പാടി ശിവസുന്ദർ എന്ന് പറഞ്ഞ ആന ചരിഞ്ഞതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം അതിൻ്റെ സ്കൾപ്ചർ നമ്മൾ ഇതുപോലെ സിമെൻറ്റിൽ റീക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്ക് അത് അത്രയും ഭംഗിയുള്ളൊരു ആനയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ആനയും നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ കൊണ്ട് അതിന് റീക്രിയേറ്റ് ചെയ്ത് നമ്മളതിന് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതാണ് എനിക്ക് ഈ ഒരു മേഖലയിൽ എനിക്ക് എന്തായിട്ടുള്ള ഏറ്റവും വലിയ
ഒരു ഇമോഷണൽ മൊമെൻ്റ് എന്ന് പറയുന്നത്. സിമെൻറ്റിൽ ഗുരുവായൂർ കേശവൻ്റെ ഒരു ശില്പം തൃശ്ശൂർ ചിറ്റണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ പെപ്പിത്ത സേത്ത് എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫറാണ് ഗുരുവായൂർ കേശവൻ്റെ കളർ ഫോട്ടോ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ കാലിങ്ങനെ പൊക്കി വെച്ചേക്കുന്ന ഒരു പോസ്റ്ററിലുള്ള ഫോട്ടോ ആണ്. അപ്പോൾ ആ ഫോട്ടോ റെഫർ ചെയ്തിട്ടുള്ള ശില്പം നമ്മൾ അവിടെ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഏറ്റവും വലിയ ശില്പം. ഏകദേശം 11 അടിയായിട്ട് പൊക്കമുണ്ട്. റോബോട്ടിക് ആന വെച്ചാൽ ഒരു കൗതുകമല്ലേ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് മൂവ് ചെയ്ത് കാണാനായിട്ടുള്ളൊരു കൗതുകം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ടൊരു ആന മൂവ് ചെയ്ത് നോക്കിയത്. 15 വർഷമായി സൂരജ് ആന നിർമ്മാണ രംഗത്തെത്തിയിട്ട് 1 ലക്ഷത്തിന് മുകളിൽ ആനശില്പങ്ങളാണ് ഇക്കാലയളവിൽ നിർമ്മിച്ചിട്ടുള്ളത്. മിനിയേച്ചർ ശില്പങ്ങളായിരുന്നു ഏറ്റവും ഹിറ്റ്. വാഹനങ്ങളിൽ വെക്കാനും ചുമരുകൾ അലങ്കരിക്കാനുമെല്ലാം ആളുകൾ ഇത്തരം കുഞ്ഞൻ ശില്പങ്ങൾ വാങ്ങാറുണ്ടായിരുന്നു. വലിയ ആനകളെ ഉണ്ടാക്കി തുടങ്ങിയതോടെ അതിലേക്കായി ശ്രദ്ധ മുഴുവൻ. ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 1 ലക്ഷത്തിന് മുകളിൽ വന്നിട്ടുണ്ടാവും. കാരണം മിനിയേച്ചർ സ്കൾപ്ചേഴ്സ് തന്നെ നമുക്ക് ഒരു സമയത്ത് ഒരുപാട് പോയിരുന്നത്. ഒരുപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൾക്കായിരുന്നത്. അത് പല കടകളിലോട്ടും വിദേശങ്ങളിലേക്കൊക്കെ ഒരുപാട് ബൾക്കായിട്ട് പോയിരുന്നത്. അത് ഇതിൻ്റെ ആനയുടെ ലക്ഷണം പഠിക്കുമ്പോഴും ആനയുടെ എസ്തെറ്റിക്സ് പഠിക്കുമ്പോഴും ഇവിടുത്തെ കൾച്ചർ അതിനകത്ത് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. കാരണം ഇപ്പോൾ തൃപ്പൂണിത്തുറയിലുള്ള പഴയ ഉത്സവങ്ങളുടെ ഫോട്ടോസ് നോക്കുമ്പോഴും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠനം, അതായത് 100 വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തൃശ്ശൂർ പൂരത്തിൻ്റെ പഴയ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ ഏത് ആന ഏത് സമയത്ത് തടമ്പെടുത്ത് ആ ആനയുടെ രൂപം എന്തായിരുന്നു, എത്തരത്തിലുള്ള ആനയായിരുന്നു ആ സമയത്ത് ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് സ്റ്റഡി ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു കൾച്ചറും ആ ഒരു എന്താ പറയുക ഇതുപോലത്തെ പൂരങ്ങളൊക്കെ ഇതിനകത്ത് അവിഭാജ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. സൂരജിന് ആനകളോട് പ്രത്യേക ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. കലാരംഗത്ത് തന്നെ നിൽക്കണമെന്ന ആഗ്രഹം കൊണ്ട് ചെയ്തു തുടങ്ങിയതാണ് ആനശില്പങ്ങൾ. പതുക്കെ ഇതാണ് തന്റെ മേഖലയെന്ന് മനസ്സിലാക്കി ആനകളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. ആനപ്രേമം അങ്ങനെ ഡെലിബറേറ്റ്ലി ആനപ്രേമം ഉണ്ടായതല്ല. ശരിക്കും അങ്ങനെ ഒരു സോക്കോൾഡ് ആനപ്രേമിയും അല്ല. എനിക്ക് വന്നിരുന്ന വർക്ക് ആനയുമായി ബന്ധപ്പെട്ട വർക്ക് കൂടുതൽ വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആനയെക്കുറിച്ച് പഠിക്കണം, ആനയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് പഠിക്കണം, എന്തുകൊണ്ടാണ് ഒരു ആനപ്രേമി ആനേനെ ഇഷ്ടപ്പെടുന്നത്, ഇന്ന ആനേനെ ഇഷ്ടപ്പെടുന്നത് എന്തെല്ലാം ഘടകങ്ങൾ ആനയ്ക്ക് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ക്രമേണ ഓരോരോ കാര്യങ്ങൾ പഠനം നടത്തുകയും പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അതിനകത്ത് നടത്തി. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ആനക്കമ്പോ അല്ലെങ്കിൽ ആനക്കമ്പോ എന്നല്ല ആനപ്രേമം എന്നുള്ള ഒരു സംഭവം അതിനകത്തേക്ക് ഡെവലപ്പായി വരികയാണ് ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരത്തിലുള്ള ആനശില്പം സൂരജിൻ്റേതാണ്. 11 അടി ഉയരമുള്ള പാമ്പാടി രാജന്റെ ഈ ശില്പം മുംബൈയിലുള്ള ഒരു കമ്പനിയിൽ ഇപ്പോഴുമുണ്ട്. ആനശില്പങ്ങളുടെ കാര്യത്തിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇദ്ദേഹം ഇടം പിടിച്ചു. അതോടൊപ്പം ഗ്രാൻഡ് മാസ്റ്റർ പദവിയും സൂരജിന് ലഭിച്ചു. റിയലിസം അല്ലെങ്കിൽ ഹൈപ്പർ റിയലിസം എന്ന് പറയുന്ന ശൈലി കൂടുതലും നമുക്ക് എക്സ്പോസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അത് തടിയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ എനിക്ക് ഫ്ലെക്സിബിളായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിപ്പോഴും തടിയിൽ നമുക്ക് ആ വർക്ക് നിർത്തി കളയാതെ തന്നെ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ സെലിബ്രിറ്റി സാധനങ്ങളെയും നമ്മൾ ഇതുവരെ കവർ ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിൽ പുറത്തുള്ള ഇന്ത്യക്ക് പുറത്തുള്ള ആനകളായാലും എന്തൊക്കെ ഏതെങ്കിലും നാട്ടിൽ അവരുടേതായിട്ടുള്ള സൂപ്പർ സ്റ്റാർ ആനകളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നമ്മുടെ പാസ്റ്റിൽ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ. വീട്ടുമുറ്റത്തും മറ്റും ഒരുപാട് നാൾ നിലനിൽക്കുന്ന തരത്തിൽ ആനശില്പങ്ങൾ സൂക്ഷിക്കുന്നതിന് ഏറ്റവും നല്ലത് സിമന്റാണ്. സൂരജിന്റെ ഏറ്റവും പുതിയ സംരംഭമാണ് റോബോട്ടിക് ആനകൾ. ഉത്സവ കമ്മിറ്റിക്കാരും ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളുമാണ് ഇവയുടെ പ്രധാന ഉപഭോക്താക്കൾ. ഒരു റോബോട്ടിക് ആന നിർമ്മിക്കാൻ 3 മുതൽ 4 ലക്ഷം രൂപ വരെയാണ് ചിലവ്. റോബോട്ടിക് ആന വെച്ചാൽ ഒരു കൗതുകമല്ലേ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് മൂവ് ചെയ്ത് കാണാനായിട്ടുള്ളൊരു കൗതുകം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ടൊരു ആന മൂവ് ചെയ്ത് നോക്കിയത്. ചില ആളുകൾക്ക് ശരിക്കും ഒറിജിനൽ ആനനെ കൊണ്ടുപോകുന്ന താല്പര്യം കുറവായിരിക്കും, അവർക്ക് റിച്വൽസ് നടത്തിയാൽ മതി. അപ്പോൾ ഇതുപോലുള്ള റെപ്ലിക്കാസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ആനമേക്കറിൻ്റെ റോബോട്ടിക് ആനകൾ ശരിക്കും പറഞ്ഞാൽ എസ്തെറ്റിക്കലി ശരിക്കും ആനകളുടെ പോലെ തന്നെ രൂപമുള്ളതാണ്. അവരുടെ ഇഷ്ടപ്പെട്ട ആനകളുടെ രൂപത്തിൽ തന്നെയാണ് നമ്മൾ അത് കൊടുക്കുന്നത്. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്, കർണാടക അങ്ങനെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ആനകളുടെ എണ്ണത്തിൽ ക്രമാതീതമായിട്ട് വളരെ എന്താ പറയുക അതൊരു കുറച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് വളരെ എനിക്ക് തോന്നുന്നൊരു 400 അല്ലെങ്കിൽ ഒരു 300ൻ്റെ അടുത്ത് ക്യാപ്റ്റീവ് ആനകൾ കേരളത്തിലുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് പ്രിസർവ് ചെയ്യണം. അപ്പോൾ അതിന് റെസ്റ്റ് കൊടുക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അതിന് പീഡനങ്ങൾ ഒഴിവാക്കാവുന്ന തരത്തിലേക്ക് ഇതൊരു നല്ലൊരു പോസിറ്റീവായിട്ട് അതിനെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കലയും ശാസ്ത്രവും വളരെയധികം യോജിച്ച് പ്രവർത്തിക്കേണ്ട മേഖലയാണ് ആന നിർമ്മാണം. നല്ല ഹോംവർക്കും ഇതിനാവശ്യമാണ്. ഓരോ ശില്പം ചെയ്യുമ്പോഴും ഓരോ ആനകളുടെയും ഘടന കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതായത് ആനകൾക്ക് അതിൻ്റെ റീജിയണലി അതിന് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 3 തരത്തിൽ ആനകൾ കാണപ്പെടുന്നു. കാരണം വെച്ചാൽ 3 തരത്തിൽ വ്യത്യാസങ്ങൾ അറിയണം.
നമ്മുടെ ഇവിടുത്തെ നാടനാന എന്ന് പറയുന്ന സഖ്യൻ്റെ പുത്രന്മാർ. പിന്നെ ബീഹാർ ആനകൾക്ക് തുമ്പിക്കൈന് നീട്ടം കുറവായിരിക്കും. അവരിങ്ങനെ പുല്ലൊക്കെ എപ്പോഴും തിന്നുന്ന തരത്തിൽ, അല്ലെങ്കിൽ തുമ്പിക്കൈ അധികം അവർക്ക് ലെങ്ത്ത് കുറവാണ്. പിന്നെ കുറച്ചുകൂടി മെലിഞ്ഞ രീതിയിലുള്ള ശരീരമായിരിക്കും ബീഹാർ ആനകൾ. പിന്നെ ആസാം ആനകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരം തടിച്ചുരുണ്ടതായിരിക്കും. പിന്നെ അതിൻ്റെ പെരുമുഖ, അതായത് തലയ്ക്ക് ഷേപ്പിന് ഭയങ്കരമായിട്ട് പ്രകടമായിട്ട് വ്യത്യാസം കാണിക്കുന്നുണ്ട്. പിന്നെയുള്ള കർണാടക ആനയ്ക്ക് വേറെ തരത്തിലുള്ള ഒരു മോർഫോളജിയും എസ്തെറ്റിക്സുമാണ്. പിന്നെ ചില ആനകൾ ശ്രീലങ്കയിൽ നിന്ന് വന്ന ആനകളുണ്ട്. പിന്നെ ആഫ്രിക്കൻ ആന എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ശരിക്കും ഇതിൽ നിന്ന്. കടൽ കടന്നും സൂരജിന്റെ ആനകൾ യാത്ര ചെയ്തിട്ടുണ്ട്. ദുബായ് പൂരമാണ് പ്രധാനപ്പെട്ട ഒരിടം. നമുക്ക് വിദേശത്തേക്ക് ചെയ്തേക്കണതിൽ നമുക്കൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വർക്ക് എന്ന് വെച്ചാൽ ദുബായ് പൂരത്തിന് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ആനമേക്കറിൻ്റെ റോബോട്ടിക് ആനയാണ് തിടമ്പെടുത്തിട്ട് നടുക്ക് നിൽക്കുന്നത്. തെച്ചിക്കോട്ട് രാമേന്ദ്രൻ്റെ റെപ്ലിക്കയാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു സ്കോപ്പ് ഉണ്ട് ഇതിന് ആക്ച്വലി. പക്ഷേ നമ്മൾ അപ്ഡേഷൻ ചെയ്താൽ മാത്രം ആ സ്കോപ്പ് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കേരളത്തിൽ കൊമ്പന്മാരാണ് എപ്പോഴും താരങ്ങൾ. എന്തായാലും പറവൂരിൽ നിന്നുള്ള ആനക്കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഗായകൻ കൂടിയായ സൂരജും കുടുംബവും കൂട്ടുകാരും പുതിയ രീതികളിൽ ആനകളെ രംഗത്തിറക്കുകയാണ്.